നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ഓൾ. ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ സ്വാഗതം. ഐ ഹോപ്പ് എവരിബഡി ഡൂയിങ് വെൽ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. ഐ ഹോപ്പ് എവരിബഡി ഡൂയിങ് വെൽ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ എല്ലാ ശ്രോതാക്കളും എന്നെ ശ്രവിക്കുന്ന അല്ലെങ്കിൽ എന്നെ കാണുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെന്താണ് നമ്മൾ പറയുന്നത്? ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ഹോപ്പ് എവരിബഡി ഡൂയിങ് വെൽ. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, ഇംഗ്ലീഷിനെ അറിയാൻ ആഗ്രഹിക്കുന്ന, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ ചാനൽ പ്ലീസ് ഷെയർ, എല്ലാവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് വി വിൽ ഹെൽപ്പ് ദാറ്റ് വേ. നമുക്ക് ഒരു ചാനലിൽ കൂടി, ഒരു മാധ്യമത്തിൽ കൂടി നമുക്ക് സഹായിക്കാം. എങ്ങനെ? ഇഫ് സമ്മൺ വാണ്ട്സ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വെൽ, സമ്മൺ വാണ്ട് ടു ലേൺ ഇൻ ഇംഗ്ലീഷ്, സമ്മൺ വാണ്ട് ടു റിയലൈസ് ഇൻ ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ കാണാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പഠിച്ചുള്ളൂ എങ്കിൽ ആ ഒരു വാക്ക് നമുക്ക് ബൈ ഹേർട്ടായിട്ട് പഠിക്കാം. അതെങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത് നമുക്ക് പഠിക്കാം. അത് ഏത് രീതിയിൽ, എവിടെ, എങ്ങനെ, എപ്പോൾ നമ്മൾ സംസാരിക്കണമെന്നുള്ള അറ്റ്ലീസ്റ്റ് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് നമുക്ക് ആർജവമാണ് വേണ്ടത്, നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലാണ് വേണ്ടത്. പലരും നമ്മളെ തള്ളി പറയാനുണ്ടായിരിക്കും, പലരും നമ്മളെ കളിയാക്കും. നമ്മുടെ ഇംഗ്ലീഷ് കേട്ട് ചിലപ്പോൾ പലരും ചിരിച്ചു എന്നിരിക്കും. ഒരിക്കലും നെവർ എവർ നമ്മൾ ഒരിക്കലും അത് കേട്ടിട്ട് നമ്മൾ പിന്നോക്കം പോകാതിരിക്കുക. നമ്മളുടെ അൾട്ടിമേറ്റ് എന്താണ്? നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഏത് വിധേനയും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ I will tell you one example. ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുൻപായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് കമൻറ്റുകൾ അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ കമൻറ്റുകൾക്ക് വളരെയേറെ നന്ദി അറിയിക്കുകയാണ്. Again and again I am expecting more and more comments from you people. ഞാൻ വീണ്ടും നല്ല കമൻറ്റുകൾ, നല്ല കമൻറ്റുകളാണെങ്കിലും വിമർശനങ്ങളാണെങ്കിലും എല്ലാം നിങ്ങളിൽ നിന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. The meantime, I would like to tell you one more thing. ഞാൻ ഈ സമയം ഒന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് ഒരു മാന്യദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. സർ, യു ആർ സ്പീക്കിംഗ് സോ മെനി തിങ്സ് ഇൻ മലയാളം, പ്ലീസ് ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് someone told me, someone messaged me like that. So obviously that is correct and I will appreciate you. At least you can message me like that. But the main thing is we are conducting the class for the beginners. We are providing the class for the basic things. The beginning people who doesn't know how to speak in English, who are trying to speak in English. So if I go through in fully in English, if I communicate in fully in English, obviously that is a nice idea, that is very good idea, but some people can catch that much things what I say. But most of the people, they doesn't know how to speak English, they doesn't know the basic things. So that is the only reason I am mingling with. I am telling something in English and something in Malayalam. ഞാൻ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ പകുതി മലയാളത്തിലും പകുതി ഇംഗ്ലീഷിലുമായിട്ട് മംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ഇംഗ്ലീഷിൽ മുഴുവനായിട്ട് പറഞ്ഞു പോയാൽ അത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള നമ്മളൊക്കെ ബേസിക്കായിട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരല്ല നമ്മൾ മുഖ്യമുള്ള ആൾക്കാരും, ശരിയല്ലേ? നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മലയാളം എന്ന മീഡിയം നമ്മൾ യൂസ് ചെയ്തേ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇംഗ്ലീഷിൽ മാത്രം, ഇംഗ്ലീഷ് ക്ലാസ്സാണ്, പക്ഷേങ്കിൽ നമ്മളത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ആദ്യം കുറച്ച് ടൈം നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് നമുക്കൊന്ന് തറവായി കഴിഞ്ഞാൽ, നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, നമുക്കൊന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ ഗോ ത്രൂ നമുക്ക് ഫുള്ളി വി വിൽ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് വഴി. നമുക്ക് അതിന് ശേഷം നമുക്കൊന്ന് പഠിക്കാം. ആദ്യം നമുക്കൊന്ന് ഇരിക്കാം, ദെൻ വി വിൽ സ്റ്റാൻഡ് അപ്പ്. നമുക്ക് ഇരുന്നതിന് ശേഷം നമുക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യം നമ്മൾ ഡയറക്റ്റ് നടക്കാൻ പഠിക്കുകയല്ലോ ചെയ്യുന്നത്. അതിന് പിച്ച വെക്കുന്നൊരു ഒരു കാലഘട്ടമുണ്ട്. ആ കാലയളവിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് കാണുന്ന ആൾക്കാർ, ശ്രവിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് മാക്സിമം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള സംഗതിയാണ്. വി വുഡ് ലൈക്ക് ടു ലിസൺ മ്യൂസിക്, വി വുഡ് ലൈക്ക് ടു വാച്ച് TV, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോസ് കാണുക, മ്യൂസിക് കേൾക്കുക, അങ്ങനെയുള്ള ധാരാളം ഹോബീസൊക്കെ നമുക്കുണ്ട്. ഫ്രം ടുഡേ ഓൺവേഡ്സ് നമ്മൾ അതൊക്കെ കേട്ടുള്ളൂ. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് വിനോദോപാധികൾ നമുക്ക് വളരെയേറെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഗതികളാണ്. പക്ഷേ അതിലുപരി എന്താണ് നമുക്ക് വേണ്ടത്? എന്താണ്? നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം. എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്? യു വാണ്ട് ടു ഡെവലപ്പ് അവർ പേഴ്സണാലിറ്റി. നമുക്ക് മറ്റുള്ളവർ മുമ്പിൽ നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. ഇംഗ്ലീഷ് പഠിച്ചാൽ എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ഉണ്ടാകും? ഈ പുള്ളി പറയുന്നത് കൊള്ളാലോ, അത് കൊള്ളാം, നല്ല ഐഡിയ ആണ് പറഞ്ഞത്. അങ്ങനെയല്ല. നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അവിടെ പോയിട്ടും ഇംഗ്ലീഷിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഗോ ഡൗൺ. അപ്പം നമുക്ക് എന്താണ്? നമുക്ക് ആർജവത്തോടെ, നമുക്ക് കോൺഫിഡൻസോടെ, നമുക്ക് ഉറച്ച മനസ്സോടെ, നമുക്ക് തെറ്റില്ലാതെ, നമുക്ക് ആരെയും ഭയക്കാതെ നമുക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് കഴിയണം. ശരിയല്ലേ? അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇംഗ്ലീഷ്, ഇപ്പം എൻ്റെ ക്ലാസ് തന്നെ കാണുന്ന ഒരിക്കലും ഞാൻ പറയില്ല. ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും ക്ലാസ്സുകളുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ ന്യൂസുകളുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ കേൾക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിൽ നന്നായിട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് അത്രയ്ക്കും ഡെപ്തിലേക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഈവൻ മൈ ക്ലാസ് ഓൾസോ നമ്മൾ വീണ്ടും പോയിട്ട് ആ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഗ്രഹിക്കാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ടാണ് പെട്ടെന്ന് റൂമിലെ ലൈറ്റ് പോയി ഇച്ചിരി ഡാർക്ക് ആയാലേ, ബിക്കോസ് ദർ ഇസ് നോ പവർ നൗ, ദാറ്റ്സ് വൈ. എനിവേ, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആകില്ല. നമുക്ക് നമ്മുടെ വ്യക്തിത്വം വികസിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്കൊരു സമൂഹ മധ്യത്തിൽ പോയിട്ട് ചിലപ്പോൾ പാട്ട് നമുക്ക് മേ ബി അതിൻ്റെ കുറച്ച് ഭാവങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സ്വരസ്ഥാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ ഇംഗ്ലീഷ് എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷ് എന്തിനാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇംഗ്ലീഷ് എന്തിനാണ് കൂടുതൽ അവഗാഹം നമ്മൾ ഇംഗ്ലീഷിൽ നേടിയെടുക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? നമ്മുടെ ജോബിന് വേണ്ടിയിട്ട്, നമ്മുടെ കരിയർ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട്, അൾട്ടിമേറ്റ്ലി നമുക്ക് കൂടുതൽ അറിവ്, നോളജ് നേടാനായിട്ട്. isn't it? That is the reason we are learning English and we are following this kind of classes. ആ ഒരു റീസൺ കൊണ്ടാണ് ഇവൻ നിങ്ങൾ എന്നെ കേൾക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാട്ട് കാണുക, സിനിമ കേൾക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ സീരിയൽസ് കാണുക, അതുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്സിനൊന്നും വലിയ സംഗതികൾ വരുന്നില്ല. നമ്മുടെ കരിയറിനൊന്നും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബട്ട് ദാറ്റ് ടൈം യൂട്ടിലൈസ് ഫോർ ലേണിംഗ് ഇൻ ഇംഗ്ലീഷ് or listening some English classes or some English news, something like that, or read some English books, something like that, you can achieve or you can learn more and more in English. നമുക്ക് അതൊക്കെ കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ ഒരു അപേക്ഷയാണ്, വാട്ട് വി സപ്പോസ് ടു ഡു whenever you have ഫ്രീ ടൈം. ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് ഒതുങ്ങിയിട്ട് വെറുതെ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ബാക്കി പോയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. സ്റ്റാർ ന്യൂസ് പോലെ ന്യൂസ് നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ദാറ്റ്സ് ദ ബേസിക് തിങ്, ദാറ്റ്സ് ദ ബേസിക് ലെസൺ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊരു കോൺഫിഡൻസിൽ നമ്മളുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, അത് മനസ്സിൽ ഫിക്സ് ചെയ്തു. അത് കുഞ്ഞുങ്ങളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ള ആൾക്കാരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ഹൂമോറേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം. അപ്പോൾ അതിനുള്ള എക്സർസൈസാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എന്ത്? നമ്മൾ മാക്സിമം ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക, കേൾക്കാൻ ശ്രമിക്കുക, അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോ ദിവസവും ഒരു വാക്കെങ്കിലും, ഞാൻ പറഞ്ഞതുപോലെ ഒരു വാക്കെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളുടെ നിത്യോപയോഗത്തിൽ നമ്മളത് അനുവർത്തിച്ച് പോരാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സംസാരത്തിൽ അതൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ, അങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഡേ ടു ഡേ നമ്മുടെ ലൈഫിൽ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മൾക്ക് ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കായിട്ട് പലപ്പോഴും അത് യൂസ് ചെയ്യാനുള്ള പ്രവണത നമ്മൾക്കുണ്ടാവും. ദയവിത് പ്ലീസ് ഐ എം ട്രൈങ് ടു ടെൽ യു പീപ്പിൾ, പ്ലീസ് ഫോളോ അപ്പ് ദിസ് മെത്തേഡ് ആൻഡ് you can improve your English very soon if you follow up this method. നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഇംപ്രൂവ്, നമ്മൾക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. യു ക്യാൻ ഇംപ്രൂവ്, നിങ്ങൾക്ക് എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക? യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. താങ്ക് ഗോഡ് കറണ്ട് വന്നു. താങ്ക് യു.
ഇതാണ് ഞാൻ വേർതിരിക്കുന്നില്ല, ദാറ്റ് ഈസ് സ്വെറ്റിംഗ് ബിക്കോസ് ദിസ് റൂം ഈസ് ടു മച്ച് humidity is there, that is the reason. Okay, and also I am not switch on the fan, because if I on the fan, the noise will come and it will disturb you people and disturb me too. That's why just I switch on the fan. I keep it off. എന്തുകൊണ്ടാണ് ഞാൻ ഫാൻ ഇടാത്തത്? വൈ ഐ എം നോട്ട് സ്വിച്ച് ഓൺ ദ ഫാൻ? ബിക്കോസ് ഇറ്റ് വിൽ ഡിസ്റ്റർബ് മീ ആൻഡ് ഡിസ്റ്റർബ് യു പീപ്പിൾ ഓൾസോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടില്ലേ, ഫാൻ ഇടാണ്ട് വേർത്തിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ എഫേർട്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും പ്ലീസ് ട്രൈ ടു ലേൺ ഇംഗ്ലീഷ് ആൻഡ് ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ പ്രീവിയസ്ലി നമ്മൾ പ്രിപ്പോസിഷൻസ് ആണ് പഠിച്ചത്, ശരിയല്ലേ? നമ്മൾ പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. പ്രിപ്പോസിഷൻസ് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഗ്രാമറും പ്രിപ്പോസിഷൻ്റെ ഓരോ സംഗതി മാത്രം നമ്മളങ്ങനെ പഠിച്ചാൽ ചിലപ്പോൾ മേ ബി ഇറ്റ് വിൽ ബിക്കം ലിറ്റിൽ ബിറ്റ് യു ഫീൽ ബിറ്റ് ബോർ. അപ്പം നമുക്ക് അങ്ങനെ വേണ്ട. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എപ്പോഴും എന്നും എവിടെയും ഉപയോഗിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും എന്നും എവിടെയും, റെഗുലർലി, ഓൾവേസ്, ഓൾ ദ ടൈം യു ക്യാൻ യൂസ് വൺ പർട്ടിക്കുലർ വേർഡ്, വൺ പർട്ടിക്കുലർ സെൻറ്റൻസ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേ ഐ നോ. നമ്മൾ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്? മേ ഐ നോ. എനിക്കൊന്ന് അതിന് പല അർത്ഥങ്ങളിൽ, പല ഭാവങ്ങളിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. എന്നോടൊന്ന് പറയാമോ, എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള പല അർത്ഥങ്ങളിലാണ് നമ്മളത് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മേ നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് പ്ലീസ്. എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുമോ, ഞാൻ ഗ്രഹിക്കട്ടെയോ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഫോർ രണ്ടാമത് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, മേ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്. മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണെന്ന് എന്നോട് പറയാമോ, ഞാൻ നിങ്ങളുടെ പേരെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് നിങ്ങളുടെ പേരെന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? മേ നോ വേർ യു കീപ് ദ ഫുഡ് സ്റ്റെപ്സ് പ്ലീസ്. നമ്മളൊരു വെജിറ്റബിൾ കടയിൽ ചെന്നിട്ട് നമ്മൾ പറയുകയാണ്, മേ ഐ നോ വേർ യു കീപ് ദ വെജിറ്റബിൾസ് പ്ലീസ്. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എവിടെയാണ് നമ്മളുടെ വെജിറ്റബിൾസ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ, ഒരാൾ ഫോൺ നമ്മൾ വിളിക്കുകയാണെങ്കിൽ, സർ നമുക്ക് മേ സ്പീക്ക് ടു രാജേഷ് പ്ലീസ്. നമ്മൾ ക്യാൻ ഐ സ്പീക്ക് നമുക്ക് ഉപയോഗിക്കാം. നമുക്കിങ്ങനെയും പറയാം, മേ സ്പീക്ക് ടു രാജേഷ് പ്ലീസ്. സർ ഞാൻ രാജേഷിനോടൊന്ന് സംസാരിക്കുവാൻ ഞാൻ രാജേഷിനോടൊന്ന് സംസാരിക്കട്ടെയോ. പിന്നെ നമുക്ക് പറയാൻ ഉള്ളതാണ്, നമുക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നത് ഉണ്ട് എങ്കിൽ, നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാക്കിൻ്റെ കൂടെ നമുക്കത് അവരോട് നമുക്ക് ചോദിക്കാം, മേ ഐ നോ വെയർ യു കീപ് ദ കാർ കീ പ്ലീസ്. ഞാൻ അറിയട്ടെ, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്, നീ എവിടെയാണ് കാറിൻ്റെ കീ വെച്ചിരിക്കുന്നത്. മേ ഐ നോ വെയർ ഈസ് ദ ഒപ്റ്റിക്കൽ ഷോപ്പ് പ്ലീസ്. ഒപ്റ്റിക്കൽ കണ്ണടക്കട, എനിക്കത് അറിയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ കണ്ണടക്കട എവിടെയാണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. മേ നോ സർ, മേ നോ വേർ ഐ വിൽ ഗെറ്റ് ദ ബസ് ഗോ ടു കോട്ടയം. വേർ ഐ വിൽ ഗെറ്റ് ദ കോട്ടയം ബസ്. സർ എനിക്ക് കോട്ടയം ബസ് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയാമോ. അപ്പോൾ മേ ഐ നോ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. ഈ വാക്ക് നമുക്ക് നമ്മളുടെ ഡെയിലി ഇതിൽ നമുക്ക് എന്ത് കാര്യം നമ്മൾ നോക്കിയാൽ നമുക്ക് അവിടെയൊക്കെ മേ ഐ നോ നമുക്ക് ചേർത്ത് നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കണം. അതൊരു എന്താ പറയുക, പൊളൈറ്റും കൂടിയാണ്. അത് വളരെ വിനയാന്വിതമായിട്ട് നമ്മളൊരു കാര്യം നമ്മൾ ആവശ്യപ്പെടുകയാണ്. നമ്മൾ സാറിനോട് പറയുകയാണ്, സാർ മേ നോ ദ മീനിങ് ഓഫ് സോ ആൻഡ് സോ, സോ ആൻഡ് സോ. സാർ എനിക്ക് ഇതിൻ്റെ മീനിങ് അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, മേ നോ ഡോക്ടർ വെർ ഈസ് ഡോക്ടർ വർഗീസ് ക്യാബിൻ. ഡോക്ടർ വർഗീസിൻ്റെ ക്യാബിന് എവിടെയാണെന്ന് എന്നോട് പറയാമോ. മേ നോ വെർ ഈസ് ലൊക്കേറ്റഡ് ദ ലൂർദ് ഹോസ്പിറ്റൽ. ലൂർദ് ഹോസ്പിറ്റൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എന്നോട് പറയാമോ. മേ സ്പീക്ക് സിസ്റ്റർ ലൂസി. എനിക്ക് സിസ്റ്റർ ലൂസിയെ കാണാനായിട്ട് സാധിക്കുമോ.
മേ ഐ നോ വെർ ഈസ് ദ, നമ്മളൊരാൾ ചോദിക്കുകയാണ് വേർ ഈസ് ദ ഇംഗ്ലീഷ് ഡിക്ഷണറി, വേർ ഈസ് ദ എക്കണോമിക് ടെക്സ്റ്റ്, അതെവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മൾ മേ ഐ നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മളത് അറിയാൻ സാധിക്കുന്നുണ്ട്, നമുക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ അതൊരു പൊളൈറ്റിൻ്റെ ഭാഗം കൂടിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ആരോടാണെങ്കിലും നമുക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കാം. നമ്മൾ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഡിയർ മേ നോ വാട്ട് യു ലൈക്ക് ടു ഈറ്റ് ടുഡേ ഫോർ അവർ ബ്രേക്ക്ഫാസ്റ്റ്. വെറുതെ സിമ്പിളായിട്ട് ചോദിക്കാം, നമുക്ക് ഇന്ന് കാപ്പിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടന് എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നോടൊന്ന് പറയാമോ. അല്ലെങ്കിൽ ഫോൺ വിളിക്കുവാണെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് വിളിക്കുകയാണെങ്കിൽ പറയാം, ഡിയർ മേ നോ വാട്ട് ഈസ് അവർ സ്പെഷ്യൽ ടുഡേ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നീ എന്നോട് പറയാമോ. അപ്പോൾ മേ ഐ നോ എന്നുള്ള വാക്ക് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി, നമ്മളത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു ഫോൺ വിളിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളിൽ പറയുകയാണ്. അപ്പം നമ്മൾ ഒരിടത്തേക്ക് റൂമിലേക്ക് നോക്കിയിട്ട് മേ കം ഇൻ സൈഡ് സാർ, മേ കം ഇൻ, ഞാൻ അകത്തേക്ക് വരട്ടെയോ. അപ്പോൾ മേ ഐ നോ എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹിക്കുന്നതാണ്, അല്ലെങ്കിൽ മേ ഐ എന്ന് വെച്ചാൽ നമ്മൾ അനുവാദം ചോദിക്കുകയാണ്. യു വുഡ് ലൈക്ക് ടു നോ, നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. മേ ഐ കം ഇൻ സൈഡ്, മേ ഐ ഗോ ഔട്ട് സൈഡ്, may I use this toilet, may I use this bed sheet, may I speak to you, may I discuss this matter with you. അപ്പോൾ ഈ മേ ഐ എന്നുള്ളത്, ഞാൻ മേ ഐ നോ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാനുള്ള, അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ നോ ചേർക്കേണ്ടത്, നമുക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ മേ ഐ എന്നുള്ള വാക്ക് ക്യാൻ ഐ, മേ ഐ, ക്യാൻ ഐയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയാം, അതിനെക്കുറിച്ച് നമ്മൾ ഡെപ്തായിട്ട് പറയാം. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന മേ ഐയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുവാദം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സംഗതി വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഡേ ടു ഡേ നമ്മളാരുടെ അനുവാദം ചോദിക്കാറില്ല. നോർമൽ കേസിൽ ശരി നമ്മളങ്ങ് ചെയ്യുകയാണ് ചെയ്തത്. നോ, ദാറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് വേ. ദാറ്റ് ഡസൻറ്റ് മീൻ ഇൻ എ സെൻസ്. Whenever you want to do something, you should always ask the permission. You should always ask the permission. Sir, may I hear you? May I ask you one thing? May I discuss about this thing, sir? May I know where you keep that thing? May I know where is the exact place? May I know from where I get this one? എന്തെങ്കിലും പർട്ടിക്കുലർ സാധനം ഉണ്ടെങ്കിൽ, മീൻസ് അങ്ങനെയുള്ള എന്ത് വാക്കുകളാണെങ്കിലും നമ്മൾ പ്രയോഗിക്കുന്നത് ഒരു സംഗതിയാണ് മേ ഐ എന്നുള്ളത്. അപ്പോൾ ഈ മേ ഐ എന്നുള്ള കാര്യം നമ്മൾ ഇനി ഒരിക്കലും അത് ആ ഒരു സംഗതി ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മൾ മേ ഐ എന്നുള്ള കാര്യം നമ്മളെ പെർമിഷനെ ചോദിക്കുന്ന സംഗതി, ഇത് വളരെ ലളിതമായിട്ട് നമ്മൾക്ക് തോന്നാം. പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ, നമ്മുടെ സംസാരത്തിൽ ഈ മേ ഐ എന്നുള്ള കാര്യം ഏത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, വാട്ട് എവർ ദ പ്രൊഫഷൻ ഇറ്റ് ഈസ്, you should utilize, you should use this one today onwards, may I. This word you should use as much as you can. ഇന്ന് മുതൽ നിങ്ങൾ ഈ വാക്ക് എത്രമാത്രം നിങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങളിത് പ്രയോഗിക്കുക. ഇത് നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സെൻറ്റൻസിനകത്ത് പലപ്പോഴും നമുക്കിത് പ്രയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. So that is very best for you. This is the easy method to speak in English well and catch in English well and understand in English well. നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഇതൊക്കെ ഒരു ടിപ്പാണ്. നമ്മളെ കേൾക്കുന്നയാൾ they will identify, they will recognize, oh, this person know little bit the basic things of English at least. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുള്ള ആ ഒരു അവബോധം മറ്റൊരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഷാപ്രയോഗങ്ങൾ കൂടി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ താങ്ക് യു പറയാൻ ശ്രമിക്കുക, മറക്കാതിരിക്കുക. Good morning, good afternoon, good evening, have a good day, have a great day, thank you very much. These kind of things you always use in your common sentences whenever you speak with someone else. And try to speak in English well and well. Try to communicate with English and try to listen. Whenever you have free time, try to listen the English classes, try to listen English news, and try to read in English, try to speak in English. If someone is with you, whomever it is, try to speak.
much and much and much, more and more and more, then you will learn English very well. That's it for today. നിങ്ങൾക്ക് എല്ലാവർക്കും I am wishing you a great and fantastic day for you all. Take much care. I'll be back with another lesson tomorrow. Meet you all tomorrow. Have a great day. Thank you all. Thanks a lot. Thank you.